ഹായ്, ഏവർക്കും +2 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രോബബിലിറ്റി എന്ന ലാസ്റ്റ് ചാപ്റ്ററാണ് നിലവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ആദ്യ 5 എപ്പിസോഡുകൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആദ്യ 2 എപ്പിസോഡുകളിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റിയും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസുമാണ് ഡിസ്കസ് ചെയ്തത്. 3-ാമത്തെയും 4-ാമത്തെയും എപ്പിസോഡുകളിൽ ഇൻഡിപെൻഡൻറ്റ് ഇവൻസും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസുമാണ് ഡിസ്കസ് ചെയ്തത്. 5-ാമത്തെ എപ്പിസോഡിൽ ഈ വർഷം ഫോക്കസ് ഏരിയയിൽ പുതുതായി ഉൾപ്പെടുത്തിയ ബേസ് തിയറം എന്ന തിയറവും അതിൻ്റെ പ്രോബ്ലംസുമാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഈ 6-ാമത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് റാൻഡം വേരിയബിൾസ് ആൻഡ് ഇറ്റ്സ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്. ഇത് ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക് നോൺ ഫോക്കസ് ഏരിയ പോർഷനും എന്നാൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഇത് ഫോക്കസ് ഏരിയ പോർഷനുമാണ്. ചുരുക്കി പറഞ്ഞാൽ 2 ബാച്ച് വിദ്യാർത്ഥികൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക് നോൺ ഫോക്കസ് ഏരിയയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പോർഷനാണ് ഈ ചാപ്റ്ററിലെ ഈ പോർഷൻ. എന്നാൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഫോക്കസ് ഏരിയയിലെ ഇമ്പോർട്ടൻ്റ് പോർഷൻ. ചുരുക്കി പറഞ്ഞാൽ മസ്റ്റായിട്ട് എല്ലാ +2 വിദ്യാർത്ഥികളും പഠിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു പോർഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റാൻഡം വേരിയബിൾസ് ആൻഡ് ഇറ്റ്സ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ, റാൻഡം വേരിയബിൾ. വാട്ട് ഈസ് എ റാൻഡം വേരിയബിൾ? വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. എ റാൻഡം വേരിയബിൾ is a real valued function whose domain is the sample space of a random experiment. A random variable is usually denoted by x. So what is a random variable? Random variable എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. It is defined from sample space to the set of all real numbers. Domain sample spaceും കോഡൊമൈൻ റിയൽ നമ്പറും ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് റാൻഡം വേരിയബിൾ. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ, ഓരോ റാൻഡം എക്സ്പെരിമെൻ്റ് നടത്തുമ്പോഴും നമുക്കൊരു ഔട്ട്കം കിട്ടും, റിസൾട്ട് കിട്ടും. ഈ ഔട്ട്കത്തിൻ്റെ എല്ലാം കൂടെ സെറ്റിനെയാണ് ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് കോൾഡ് സാമ്പിൾ സ്പേസ്. നിങ്ങൾക്കറിയാം, ഈ സാമ്പിൾ സ്പേസിലെ ഓരോ ഔട്ട്കത്തെയും ഓരോ റിസൾട്ടിനെയും ഒരു റിയൽ നമ്പറുമായി നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ആ റാൻഡം വേരിയബിൾ ഒരു ഫംഗ്ഷൻ എന്ന് പറയാം. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഒരു എക്സാമ്പിളിൽ കൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കൺസിഡർ ദ റാൻഡം എക്സ്പെരിമെന്റ് വെൻ ടോസിംഗ് എ കോയിൻ 3 times. എ കോയിൻ ഈസ് ടോസ്ഡ് 3 times. ദെൻ വാട്ട് ഈസ് ദ സാമ്പിൾ സ്പേസ്? നിങ്ങൾക്കറിയാം, ഹെഡ് 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 ഒരു പോസിബിലിറ്റി. മറ്റൊന്ന്, ആദ്യത്തെ 2 ഹെഡ്, തേർഡ് വൺ ടെയില്, ദെൻ ഹെഡ് ടെയില് ഹെഡ്, ടെയില് ഹെഡ് ഹെഡ്, ഹെഡ് ടെയില് ടെയില്, ടെയില് ഹെഡ് ടെയില്, ദെൻ ടെയിൽ ടെയിൽ ഹെഡ്. ഫൈനലി ആ 3 ടോസിങ്ങിലും നമുക്ക് ടെയിൽസ് കിട്ടും. അങ്ങനെ 8 പോസിബിലിറ്റീസ് ആണ് ഉള്ളത്, 8 ഔട്ട്കംസ് ആണ് ഉള്ളത് വെൻ ടോസിങ് എ കോയിൻ 3 times. ഇത് നമ്മൾ +1 പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇവിടെ ഒരു റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹെഡ്സ്. ഈ ഔട്ട്കത്തിലെ നമ്പർ ഓഫ് ഹെഡ്സ്, അതാണ് ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്യുന്ന റാൻഡം വേരിയബിൾ. നോക്കിക്കോളൂ, ആദ്യത്തെ ഔട്ട്കം അവിടെ 3 ഹെഡ് ഉണ്ട്. അപ്പോൾ ഹെഡിൻ്റെ എണ്ണം എന്താണ്? 3. അതായത് ഈ ഔട്ട്കം 3 എന്ന നമ്പറുമായി അസോസിയേറ്റ് ചെയ്യാം. സോ അതാണ് ഇവിടെ ഞാൻ 3 എന്ന് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ്, ഈ ഔട്ട്കം ഏത് റിയൽ നമ്പറുമായി അസോസിയേറ്റ് ചെയ്യാം? 2 ഹെഡ് ഉണ്ട്. സോ 2 എന്ന് പറയുന്ന റിയൽ നമ്പറുമായി അസോസിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ്, ഈ ഔട്ട്കം ഏത് റിയൽ നമ്പറുമായി അസോസിയേറ്റ് ചെയ്യാം? ഹിയർ ആ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. സോ 2 ഹെഡ്സ്. സോ അതും 2 എന്ന നമ്പറുമായി അസോസിയേറ്റ് ചെയ്യാം. സിമിലർലി ഹിയർ ആൾസോ നമ്പർ ഓഫ് ഹെഡ്സ് 2. ആ ഔട്ട്കം 2 ആയിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാം. ഹിയർ നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1. സോ 1 എന്ന നമ്പറുമായി നമുക്ക് അസോസിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ്, ഈ ഔട്ട്കവും 1 എന്ന നമ്പറുമായി അസോസിയേറ്റ് ചെയ്യാം. ഇവിടെയും നമ്പർ ഓഫ് ഹെഡ്സ് 1 ആണ്. സോ 1 എന്ന നമ്പറുമായി അസോസിയേറ്റ് ചെയ്യാം. ഹിയർ നമ്പർ ഓഫ് ഹെഡ്സ് എത്രയാണ്? നമ്പർ ഓഫ് ഹെഡ്സ് ഇല്ല, 0. സോ 0 എന്ന നമ്പറുമായി അസോസിയേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് ഈ സാമ്പിൾ സ്പേസിലെ ഓരോ ഔട്ട്കത്തിനെയും നമുക്കൊരു റിയൽ നമ്പറുമായി എന്ത് ചെയ്യാം? അസോസിയേറ്റ് ചെയ്യാം. സോ ദിസ് റാൻഡം വേരിയബിൾ ഈസ് എ ഫംഗ്ഷൻ. അതുകൊണ്ടാണ് ഈ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ഫംഗ്ഷൻ എന്ന് പറയാൻ കാരണം. സോ എക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹെഡ്സ് ആകുമ്പോൾ റാൻഡം വേരിയബിൾസ് ഏതൊക്കെയാകാം? 0 ആകാം, 1 ആകാം, 2 ആകാം, 3 ആകാം.
സോ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഇത് ഞാൻ ഈ എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്ത് ഡിഫൈൻ ചെയ്ത ഒരു റാൻഡം വേരിയബിൾ. ഞാൻ മറ്റൊരു റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. ക്യാപിറ്റൽ Y ഈക്വൽ ടു നമ്പർ ഓഫ് ടെയിൽസ് എങ്കിൽ എന്തൊക്കെ സാധ്യതകൾ? Y ഈക്വൽ ടു എന്തൊക്കെ വരാം? നമ്പർ ഓഫ് ടെയിൽസ്. ഇവിടെ ടെയിൽസിന്റെ എണ്ണം 0, അപ്പോൾ 0 ആകാം. നെക്സ്റ്റ് ഹിയർ ടെയിൽസിന്റെ എണ്ണം 1, സോ 1 ആകാം. ഹിയർ അഗൈൻ 1, അതൊരു പ്രാവശ്യം എഴുതിയാൽ മതി. ഇവിടെയും ടെയിൽസിന്റെ എണ്ണം 1. നെക്സ്റ്റ് ഹിയർ ടെയിൽസിന്റെ എണ്ണം എത്രയാണ്? 2, സോ 2 ആകാം. നെക്സ്റ്റ് ഹിയർ ടെയിൽസിന്റെ എണ്ണം എന്താണ്? 2, അത് ഓൾറെഡി എഴുതി കഴിഞ്ഞു. അഗൈൻ ഹിയർ ആൾസോ 2. ഹിയർ നമ്പർ ഓഫ് ടെയിൽസ് എന്താണ്? 3, സോ 3. സോ ക്യാപിറ്റൽ Y ഈക്വൽ ടു നമ്പർ ഓഫ് ടെയിൽസ് വരുമ്പം ക്യാപിറ്റൽ Y എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എന്തൊക്കെയാകാം? അതും 0, 1, 2, 3 ആകാം. ഇനി മറ്റൊരു റാൻഡം വേരിയബിൾ വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. ക്യാപിറ്റൽ Z ഈക്വൽ ടു നമ്പർ ഓഫ് ഹെഡ്സ് മൈനസ് നമ്പർ ഓഫ് ടെയിൽസ്. ഈ സെയിം എക്സ്പെരിമെന്റിന് മറ്റൊരു റാൻഡം വേരിയബിൾ ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. ക്യാപിറ്റൽ Z ഈക്വൽ ടു നമ്പർ ഓഫ് ഹെഡ്സ് മൈനസ് നമ്പർ ഓഫ് ടെയിൽസ്. എന്ത് കിട്ടും? ഹിയർ നമ്പർ ഓഫ് ഹെഡ്സ് 3, നമ്പർ ഓഫ് ടെയിൽസ് 0, 3 മൈനസ് 0 3, അപ്പോൾ ഒരു പോസിബിലിറ്റി 3. നെക്സ്റ്റ് ഹിയർ എന്താണ് ഈ ഔട്ട്കത്തിന്? നമ്പർ ഓഫ് ഹെഡ്സ് 2, നമ്പർ ഓഫ് ടെയിൽസ് 1, 2 മൈനസ് 1 ദാറ്റ് ഈസ് 1 എന്ന് എഴുതാം. നെക്സ്റ്റ് ഹിയർ എന്താണ്? നമ്പർ ഓഫ് ഹെഡ്സ് 2, നമ്പർ ഓഫ് ടെയിൽസ് 1, 2 മൈനസ് 1 1. ഹിയർ ആൾസോ 2 മൈനസ് 1 1 വരും. ഹിയർ എന്ത് കിട്ടും? നമ്പർ ഓഫ് ഹെഡ്സ് 1, നമ്പർ ഓഫ് ടെയിൽസ് 2 ആണ്. സോ നമ്മുടെ റാൻഡം വേരിയബിൾ എന്തായിരുന്നു? നമ്പർ ഓഫ് ഹെഡ്സ് മൈനസ് നമ്പർ ഓഫ് ടെയിൽസ്. അപ്പോൾ 1 മൈനസ് 2 ദാറ്റ് ഈസ് -1. കണ്ടോ, റാൻഡം വേരിയബിൾ നെഗറ്റീവ് നമ്പറും വരാം. കാരണം റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണ്. അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ഹിയർ നമ്പർ ഓഫ് ഹെഡ്സ് 1, നമ്പർ ഓഫ് ടെയിൽസ് 2, സോ 1 മൈനസ് 2 അഗൈൻ -1. ഹിയർ ആൾസോ 1 മൈനസ് 2 -1. നെക്സ്റ്റ് ഹിയർ എന്ത് കിട്ടും? നമ്പർ ഓഫ് ഹെഡ്സ് 0 മൈനസ് നമ്പർ ഓഫ് ടെയിൽസ് എന്താണ്? 3. 0 മൈനസ് 3 എന്ത് കിട്ടും? -3 എന്ന് കിട്ടും. സോ റാൻഡം വേരിയബിൾസ് ഈ പറഞ്ഞ നമ്പേഴ്സ് കോമയിട്ട് എഴുതുക. ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ അത് കുറിച്ച് വെക്കാം. നെക്സ്റ്റ് അനദർ എക്സാമ്പിൾ. വെൻ എ ഡൈ ഈസ് ത്രോൺ. ഹിയർ റാൻഡം എക്സ്പെരിമെന്റ് എന്താണ്? എ ഡൈ ഈസ് ത്രോൺ. ദെൻ വാട്ട് ഈസ് ദ സാമ്പിൾ സ്പേസ്? നിങ്ങൾക്കറിയാം. S ഈക്വൽ ടു 1, 2, 3, 4, 5, 6. Now define a random variable capital X equal to number obtained on the throw. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെ? അതാണ് ഇവിടുത്തെ റാൻഡം വേരിയബിൾ. ഇവിടുത്തെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 ഈസ് എന്താണ്? അസോസിയേറ്റഡ് വിത്ത് അഗൈൻ 1. സോ 1, 2, 3, 4, 5, 6 ഇത്രയും നമ്പേഴ്സ് അല്ലേ ഉള്ളൂ. ആ നമ്പേഴ്സ് കോമയിട്ട് എഴുതുക. വിച്ച് ഈസ് ദ റാൻഡം വേരിയബിൾ ഓഫ് ദിസ് എക്സ്പെരിമെന്റ്? അല്ലേ, ഇവിടെ ഞാൻ ഡിഫൈൻ ചെയ്തതനുസരിച്ച് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ഈ നമ്പേഴ്സ് ആകാം. അനദർ എക്സാമ്പിൾ. വെൻ 2 dice are thrown. സാമ്പിൾ സ്പേസ് എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓർഡേർഡ് പെയർ 1, 1. അതായത് ആദ്യത്തെ ത്രോയിലും 1 കിട്ടും, രണ്ടാമത്തെ ത്രോയിലും 1 കിട്ടും. നെക്സ്റ്റ് 1, 2. ഫസ്റ്റ് ത്രോയിൽ ഒരു ഡൈ ആദ്യം ത്രോ ചെയ്യുമ്പോൾ 1 കിട്ടും, രണ്ടാമത് ത്രോ ചെയ്യുമ്പോൾ 2 കിട്ടും. അങ്ങനെ 1, 6, 1, 3, 1, 4, 1, 5, 1, 6. സിമിലർലി 2, 1 വരാം, 2, 2 വരാം, 2, 3 വരാം, എക്സെട്ര 2, 6, 3, 1, 3, 2, എക്സെട്ര 3, 6, എക്സെട്ര 6, 1, 6, 2, എക്സെട്ര 6, 6. മൊത്തം 36 പോസിബിലിറ്റീസ് ഉണ്ട്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, 10ാം ക്ലാസ് മുതലേ പഠിച്ചതുമാണ്. സോ നമ്മുടെ ഇവിടുത്തെ വിഷയം എന്താണ്? റാൻഡം വേരിയബിൾ. ഞാനിവിടെ ഒരു റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. ക്യാപിറ്റൽ X ഈക്വൽ ടു നമ്പർ ഓഫ് സിക്സസ്. ഈ ഔട്ട്കത്തിലെ സിക്സസിന്റെ എണ്ണം. അപ്പോൾ ഫസ്റ്റ് ഔട്ട്കം എടുക്കുക. അവിടെ സിക്സസിന്റെ എണ്ണം എത്രയാണ്? 6 ഉണ്ടോ? ഇല്ല, 0. അപ്പോൾ 0. അടുത്ത് 1, 2, 1, 3, 1, 4, 1, 5 അതിലൊന്നും 6 ഇല്ല. അപ്പോൾ അപ്പോഴെല്ലാം എന്ത് തന്നെയാണ്? ആ റാൻഡം വേരിയബിൾ 0 തന്നെയാണ്. നെക്സ്റ്റ് 1, 6. അവിടെ എത്ര 6 ഉണ്ട്? ഒരു 6, 1. സോ നമ്പർ എന്താണ്? 1. അതേപോലെ അടുത്ത് 2, 1, 2, 2 എക്സെട്ര 2, 5 വരുമ്പോഴും 0 ആണ്. അത് ഓൾറെഡി പറഞ്ഞു. 2, 6 1 ഓൾറെഡി പറഞ്ഞു. ഇനി വ്യത്യസ്തമായിട്ട് 0 1 അല്ലാതെ മറ്റൊരു റാൻഡം വേരിയബിൾ ഇതിനെ ബേസ് ചെയ്ത് വരാൻ സാധ്യതയുണ്ടോ? 6, 1, 6, 2 ഇവിടെയൊക്കെ ഒറ്റ റാൻഡം എന്താണ്? ഒരു നമ്പറേ വരുന്നുള്ളൂ, ഒരു 6 ഉള്ളൂ. ലാസ്റ്റ് 1, 6, 6. അവിടെ നമ്പർ ഓഫ് 6 എത്രയാണ്? 2 ആണ്. സോ 2 എന്ന് പറയുന്ന നമ്പർ കൂടെ അസോസിയേറ്റ് ചെയ്യാം. ഈ ഔട്ട്കത്തെ 2മായിട്ട് അസോസിയേറ്റ് ചെയ്യാം. സോ X ഈക്വൽ ടു നമ്പർ ഓഫ് സിക്സസ് ആകുമ്പോൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 0, 1, 2. ഓക്കെ, അഗൈൻ അനദർ എക്സാമ്പിൾ. വെൻ 2 dice are thrown. വെൻ 2 dice are thrown സാമ്പിൾ സ്പേസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതാണ് സാമ്പിൾ സ്പേസ്. ഞാനിവിടെ റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. സം ഓഫ് ദ നമ്പേഴ്സ് ഒബ്റ്റൈൻഡ്. നമ്മുടെ ഈ ഓർഡേർഡ് പെയറിലെ 2 നമ്പേഴ്സ് ഉണ്ടല്ലോ, ആ നമ്പേഴ്സിന്റെ സം, അതാണ് ഇവിടുത്തെ റാൻഡം വേരിയബിൾ. സോ ക്യാപിറ്റൽ X ഈക്വൽ ടു എന്തൊക്കെ കിട്ടും?
1 1. ഈ നമ്പേഴ്സിൻ്റെ സം 1 + 1 2. ഫസ്റ്റ് പോസിബിലിറ്റി 2. നെക്സ്റ്റ് 1 + 2 3. നെക്സ്റ്റ് 1 3 ആകുമ്പോൾ എന്ത് കിട്ടും 4. അടുത്ത് 1 4 എന്ത് കിട്ടും 5. 1 5 എന്ത് കിട്ടും 6. നെക്സ്റ്റ് 1 6 ദാറ്റ് ഈസ് 7. നെക്സ്റ്റ് 2 1 അത് 3 ആണ്, ഓൾറെഡി പറഞ്ഞു. 2 2 4 ഓൾറെഡി പറഞ്ഞു. അതേപോലെ ഇവിടെ വരുമ്പോൾ 2 5 എന്താണ് 7 ഓൾറെഡി പറഞ്ഞു. 2 6 എന്താണ് ആഡ് ചെയ്യുമ്പോൾ 2 + 6 8. പുതുതായിട്ട് 8 ഇവിടെ വന്നു. ബാക്കിയൊക്കെ ഓൾറെഡി നമ്മൾ എഴുതി തന്നെയാണ്. ഇവിടെ 3 1 3 2 3 4 3 5 വരെ 8 വരെ കിട്ടി. അടുത്ത് ലാസ്റ്റ് 1 3 6 അപ്പോൾ എന്ത് വരും 9. സിമിലർലി ഇവിടെ ഉള്ളത് 4 4 8 4 5 9. അടുത്ത് 4 5 കഴിഞ്ഞാൽ പിന്നെ എന്താണ് 4 6 ദാറ്റ് ഈസ് 10. 4 + 6 ഇതേപോലെ ഗസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നെ എന്ത് വരും 11 വരും. മാക്സിമം എന്ത് വരെ വരത്തുള്ളൂ 12 വരെ വരത്തുള്ളൂ. കാരണം ദ ലാസ്റ്റ് ഓർഡേഡ് പെയർ ഇതാണ് 6,6. അവിടുത്തെ നമ്പേഴ്സിൻ്റെ സം 6 + 6 മാക്സിമം എന്ത് വരും 12 വരും. സോ x = സം ഓഫ് ദ നമ്പേഴ്സ് ഒബ്റ്റൈൻഡ് ആകുമ്പോൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് എന്തൊക്കെയാകാം 2 3 4 5 6 7 8 9 10 11 12. തുടർന്നും നമ്മൾ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ വ്യത്യസ്തമായ റാൻഡം വേരിയബിൾസ് പരിചയപ്പെടും. അതുകൊണ്ട് തൽക്കാലം എക്സാമ്പിൾസ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. സോ എന്താണ് റാൻഡം വേരിയബിൾ, അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ് എന്നാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ. എന്താണ് റാൻഡം വേരിയബിൾ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. നൗ വാട്ട് ഈസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ? അനദർ സിമ്പിൾ ഡെഫിനിഷൻ. The probability distribution of a random variable x is the system of numbers. x എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾസ് ആണ്. അതിവിടെ എന്തൊക്കെയാണ് x1 x2 x3 എക്സെട്ര xn. നമ്മൾ നേരത്തെ 2 3 5 എന്നൊക്കെ പറഞ്ഞില്ലേ നമ്പേഴ്സ്, അതൊന്ന് ജനറലൈസ് ചെയ്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് മാത്രം. നെക്സ്റ്റ് പി ഓഫ് എക്സ്, ഈ റാൻഡം വേരിയബിളിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി അതാണ് P1 എന്ന് എഴുതിയിട്ടുള്ളത്. x2 എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ദാറ്റ് ഈസ് P2. x3 എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി അതാണ് P3. xn എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി Pn. ഇതെഴുതി ഒരു ബോക്സിനകത്താക്കുമ്പോൾ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. എക്സ് റാൻഡം വേരിയബിൾ, അതിൻ്റെ കറസ്പോണ്ടിങ് ഓരോ റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റീസ് അതാണ് ഈ സെക്കൻഡ് റോയിൽ എഴുതേണ്ടത്. സോ റാൻഡം വേരിയബിൾ എഴുതുക, ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് എഴുതുക, എന്നിട്ട് അതൊരു ബോക്സിലാക്കുക. ആ കിട്ടുന്നതിനെയാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ കണ്ടീഷൻസ്, ഈ പ്രോബബിലിറ്റീസ് P1 P2 P3 എക്സെട്ര Pn മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0. അത് പോസിറ്റീവ് ആയിരിക്കണം. ലാസ്റ്റ് കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ് വൺ, സം ഓഫ് ഓൾ ദീസ് പ്രോബബിലിറ്റീസ് മസ്റ്റ് ബി 1. ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയിരിക്കണം. P1 + P2 + P3 + എക്സെട്ര + Pn ഈക്വൽ ടു എന്തായിരിക്കണം 1. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സിഗ്മ സമ്മേഷൻ i = 1 to n pi = 1. ദാറ്റ് മീൻസ് P1 + P2 + P3 + എക്സെട്ര + Pn ഈക്വൽ ടു എന്താണ് 1. ഈ കണ്ടീഷൻ കൂടെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഈ ടേബിളിനെ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയത്തുള്ളൂ. സോ ഒരു റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഴുതാൻ പറഞ്ഞാൽ ആ റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റീസ് എല്ലാം എഴുതിയിട്ട് ഒരു ബോക്സിനകത്താക്കുക. എന്നിട്ട് ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ അത് എന്താണ് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. നെക്സ്റ്റ് എക്സാമ്പിൾസ് ആയിട്ടല്ല, നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെയാണ് ഇവിടെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് number of heads in 2 tosses of a coin. സോ ഇവിടെ എന്താണ് എക്സ്പെരിമെൻറ്റ്, എന്താണ് റാൻഡം വേരിയബിൾ എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് കാണേണ്ടത്. എന്തിൻ്റെ? റാൻഡം വേരിയബിളിൻ്റെ. ആ റാൻഡം വേരിയബിൾ എന്താണ്? നമ്പർ ഓഫ് ഹെഡ്സ്. എപ്പോൾ? ഏത് എക്സ്പെരിമെൻറ്റിൽ? വെൻ ടോസിങ് 2 coins. സോ ഹിയർ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ടോസിങ് 2 coins. അപ്പോൾ എന്താണ് സാമ്പിൾ സ്പേസ്? അത് ആദ്യം മനസ്സിലാക്കുക. S = വെൻ ടോസിങ് 2 coins സാമ്പിൾ സ്പേസ് എന്താണ്? ഹെഡ് രണ്ടും ഹെഡ് ആകാം, അല്ലെങ്കിൽ ആദ്യത്തെ ഹെഡ് രണ്ടാമത്തെ ടെയിൽ, ഓർ ആദ്യത്തെ ടെയിൽ രണ്ടാമത്തെ ഹെഡ്, ഓർ ബോത്ത് ആർ ടെയിൽസ് TT. 4 പോസിബിലിറ്റീസ് ഉണ്ട്. വിച്ച് ഈസ് ദ സാമ്പിൾ സ്പേസ്. ഹിയർ വാട്ട് ഈസ് ദ റാൻഡം വേരിയബിൾ? ക്യാപിറ്റൽ X = എന്താണ്? ഇതാ ഉണ്ട് ക്വസ്റ്റ്യനിൽ, നമ്പർ ഓഫ് ഹെഡ്സ്. അതാണ് റാൻഡം വേരിയബിൾ. അപ്പോൾ X = നമ്പർ ഓഫ് ഹെഡ്സ്. ആ നമ്പേഴ്സ് ഏതൊക്കെ? ഹിയർ ഹെഡ്സിൻ്റെ എണ്ണം 2, സോ 2 വരാം. നെക്സ്റ്റ് ഹെഡ്സിൻ്റെ എണ്ണം 1 വരാം. അഗെയിൻ 1, അത് ഓൾറെഡി എഴുതി കഴിഞ്ഞു. നെക്സ്റ്റ് ടെയിൽസ്, അവിടെ ഹെഡ് ഇല്ല, അപ്പോൾ 0. സോ X = നമ്പർ ഓഫ് ഹെഡ്സ് ആകുമ്പോൾ റാൻഡം വേരിയബിൾ ഏതൊക്കെയാണ്? 0 1 2.
ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത് എങ്ങനെ എഴുതണമെന്ന് മനസ്സിലാക്കാനാണ് തുടക്കത്തിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട റാൻഡം വേരിയബിൾസിൻ്റെ വ്യത്യസ്തമായ എക്സാമ്പിൾസ് പരിചയപ്പെടുത്തിയത്. ഓക്കെ, സോ സാമ്പിൾ സ്പേസ് എഴുതി, റാൻഡം വേരിയബിൾസ് എഴുതി, 0, 1, 2 എന്ന് കിട്ടി. ഇനി ഓരോ റാൻഡം വേരിയബിളിൻ്റെയും പ്രോബബിലിറ്റീസ് കാണണം. P of 0, പ്രോബബിലിറ്റി ഓഫ് 0 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 0 ഹെഡ്സ്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. P of 0 എന്ന് പറഞ്ഞാൽ P of x equal to 0, അതാണ് മീൻ ചെയ്യുന്നത്. പ്രോബബിലിറ്റി ഓഫ് x equal to 0 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 0 ഹെഡ്സ്. വെൻ ടോസിംഗ് 2 കോയിൻസ്, what is the probability of getting 0 heads? 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സാമ്പിൾ സ്പേസ് എത്രയാണ്? 4, അതാണ് താഴെ 4. അടുത്ത 0 ഹെഡ്, ഹെഡ്സ് ഇല്ലാത്ത എത്ര ഔട്ട്കം ഉണ്ട്? ഹെഡ് ഒന്നും ഇല്ലാത്ത ഒരൊറ്റ ഔട്ട്കമേ ഉള്ളൂ. 0 ഹെഡ് ഉള്ളത് ഒരൊറ്റ ഔട്ട്കം. സോ ഫേവറബിൾ കേസസ് നമ്പർ 1 ആണ്. സോ പ്രോബബിലിറ്റി 1/4. സിമ്പിൾ പ്രോബബിലിറ്റി ആണ്, നിങ്ങൾക്കറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. നെക്സ്റ്റ് P of 1 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് x equal to 1. That means probability of getting 1 head. Here x എന്ന് പറഞ്ഞാൽ number of heads, അതാണ് മനസ്സിലാക്കേണ്ടത്. സോ ഒരു ഹെഡ് കിട്ടാനുള്ള സാധ്യത when tossing 2 coins, ടോട്ടൽ പോസിബിലിറ്റീസ് 4, അതിൽ 1 ഹെഡ് ഉള്ളത് എത്രയാണ്? 2 ഔട്ട്കം ആണ്. സോ ഫേവറബിൾ കേസസ് 2. സോ 2/4 that is equal to 1/2 എന്ന് എഴുതാം. നെക്സ്റ്റ് P of x equal to 2, that means probability of getting 2 heads. 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ 2 ഹെഡ് കിട്ടാനുള്ള സാധ്യത, അതൊരൊറ്റ സാധ്യതയിലേ ഉള്ളൂ. സോ 1/4, ഫേവറബിൾ കേസ് 1, ടോട്ടൽ കേസ് 4. സോ പ്രോബബിലിറ്റി 1/4. നെക്സ്റ്റ് ഒരു ടേബിൾ വരയ്ക്കുക. ആദ്യം എക്സ്, റാൻഡം വേരിയബിൾസ് ഏതൊക്കെയായിരുന്നു? 0, 1, 2, 0, 1, 2. നെക്സ്റ്റ് P of x, അതായത് 0യുടെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി, 0യുടെ പ്രോബബിലിറ്റി 1/4. അടുത്ത് 1ൻ്റെ പ്രോബബിലിറ്റി 2/4, 2ൻ്റെ പ്രോബബിലിറ്റി 1/4. എല്ലാം പോസിറ്റീവാണ് പ്രോബബിലിറ്റീസ്. നെക്സ്റ്റ് സം ഓഫ് പ്രോബബിലിറ്റി 1 ആണോ? ഈ 4 പ്രോബബിലിറ്റീസ് കൂടെ ആഡ് ചെയ്യുക. ഡിനോമിനേറ്റർ സെയിം അല്ലേ? ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ 3 + 1, 4/4, 1. സോ ഇറ്റ് ഈസ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് നിസ്സംശയം പറയാം. കിട്ടി മാർക്ക് 3. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് മറ്റൊരു വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ. അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. ഫൈൻഡ് probability distribution of number of tails in 3 tosses of a coin. ഇപ്പോൾ ഇവിടുത്തെ എക്സ്പെരിമെൻ്റ് എന്താണ്? ടോസിങ് 3 കോയിൻസ്, അല്ലെങ്കിൽ എ കോയിൻ ഈസ് ടോസ്ഡ് 3 times. അതാണ് ഇവിടുത്തെ റാൻഡം എക്സ്പെരിമെൻറ്റ്. എങ്കിൽ വാട്ട് ഈസ് ദ സാമ്പിൾ സ്പേസ്? നിങ്ങൾക്കറിയാം, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. 8 പോസിബിലിറ്റീസ് വരും. ഹിയർ വാട്ട് ഈസ് ദ റാൻഡം വേരിയബിൾ? ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണം. വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ റാൻഡം വേരിയബിൾ നമ്പർ ഓഫ് ടെയിൽസ്. സോ ക്യാപിറ്റൽ X equal to നമ്പർ ഓഫ് ടെയിൽസ്. എന്തൊക്കെയാണ് നമ്പർ ഓഫ് ടെയിൽസ്? ആദ്യത്തേലെ നമ്പർ ഓഫ് ടെയിൽസ് എന്താണ്? 0. അടുത്ത് ഇവിടെ ടെയിൽസിൻ്റെ എണ്ണം 1 ആണ്. ഇവിടെയും 1, ഇവിടെയും 1 ആണ്. അപ്പോൾ 1 എഴുതിയാൽ മതി. അടുത്ത് ടെയിൽസിൻ്റെ എണ്ണം ഈ ഔട്ട്കത്തിൽ 2 ആണ്. അടുത്ത 2 എണ്ണത്തിലും 2 തന്നെയാണ് കിട്ടുന്നത്. സോ 2 എഴുതുക. നെക്സ്റ്റ് നമ്പർ ഓഫ് ടെയിൽസ് എന്താണ്? 3. സോ പോസിബിലിറ്റീസ് ഏതൊക്കെയാണ്? 0, 1, 2, 3 വിച്ച് ഈസ് ദ റാൻഡം വേരിയബിൾസ്. ഇതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് കാണുക. സോ P of 0 മീൻസ് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് x equal to 0. ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്, എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടെയിൽസ് ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 0 ടെയിൽസ്. മൊത്തം പോസിബിലിറ്റീസ് എത്രയാണ്? സാമ്പിൾ സ്പേസിലെ എലമെൻസിൻ്റെ എണ്ണം 8. ഡിനോമിനേറ്ററിൽ എഴുതി. മേളിൽ ന്യൂമറേറ്ററിൽ ഫേവറബിൾ കേസസ് 0 ടെയിൽസ്. എത്ര ഔട്ട്കത്തിലാണ് 0 ടെയിൽസ് ഉള്ളത്? ഈ ഒരൊറ്റ ഔട്ട്കത്തിൽ മാത്രമേ ഉള്ളൂ. ടെയിൽസിൻ്റെ എണ്ണം 0. സോ only 1. സോ ആൻസർ 1/8. നെക്സ്റ്റ് P of 1 മീൻസ് പ്രോബബിലിറ്റി ഓഫ് x equal to 1. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 ടെയിൽ. ടോട്ടൽ പോസിബിലിറ്റീസ് 8. 1 ടെയിൽ ഉള്ളത് എത്രയാണ്? 1, 2, 3. 1 ടെയിലുള്ള 3 പോസിബിലിറ്റീസ്. സോ റിക്കേർഡ് പ്രോബബിലിറ്റി 3/8. നെക്സ്റ്റ് P of 2, ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് x equal to 2. Probability of getting 2 tails. Again, total possibilities 8. 2 tails വരുന്ന എത്ര കേസസ് ഉണ്ട്? 1, 2, 3. 3 cases. So favorable cases 3. So required probability 3/8. Finally, probability of x equal to 3. That means probability of getting 3 tails. Total possibilities 8. 3 tails വരുന്ന only 1 case ഉള്ളൂ. So required probability 1/8. Next table. X equal to റാൻഡം വേരിയബിൾസ് 0, 1, 2, 3. ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് താഴെ എഴുതുക. 0യുടേത് 1/8, 1ൻ്റെത് 3/8, 2 3/8, 3യുടേത് 1/8.
ഓൾ പ്രോബബിലിറ്റീസ് ആർ പോസിറ്റീവ്, സം ഓഫ് പ്രോബബിലിറ്റി 1 ആണെന്ന് ഉറപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് തെറ്റാകാൻ സാധ്യതയുണ്ട്. 3 + 1 4 + 3 7 + 1 8/8. So answer 1. So which is the required probability distribution. Another example, find probability distribution of number of sixes when 2 dice are thrown. We have, when 2 dice are thrown, sample space 36 elements ഉണ്ടായിരിക്കും. 1 1 1 2 etc. 1 6 2 1 2 2 etc. 2 6 etc. 3 1 3 2 4 1 4 2 5 1 5 2 etc. അവസാനം 6 1 6 2 etc. 6 6. 36 possibilities ഉണ്ട്. Here what is the random variable? We have to find probability distribution of number of sixes, which is the random variable. അത് ഐഡന്റിഫൈ ചെയ്യുക. So capital X equal to number of sixes. എന്തൊക്കെയാണ് നമ്പർ ഓഫ് സിക്സസ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. 1 1 അവിടെ സിക്സസ് ഇല്ല, 0. നെക്സ്റ്റ് 1 5 വരെ 0 തന്നെയാണ്, ഓൾറെഡി എഴുതി കഴിഞ്ഞു. പിന്നെ 1 6ൽ only 1 6, പിന്നെ ബാക്കി എല്ലാത്തിലും 1 6 അല്ലെങ്കിൽ 0 6 വരത്തുള്ളൂ. പിന്നെ ലാസ്റ്റ് കേസിൽ 2 6s വരും. സോ 2 ആൾസോ. സോ നമ്പർ ഓഫ് സിക്സസ് ആകുമ്പോൾ റാൻഡം വേരിയബിൾ 0 ആകാം, 1 ആകാം, 2 ആകാം. ഓക്കെ, നെക്സ്റ്റ് പ്രോബബിലിറ്റി ഓഫ് 0 മീൻസ് പ്രോബബിലിറ്റി ഓഫ് x equal to 0. That means probability of getting 0 sixes. X എന്ന് പറഞ്ഞാൽ number of sixes ആണ്. 0 means 0 sixes. Probability of getting 0 6. Total possibilities എത്രയാണ്? സാമ്പിൾ സ്പേസിൽ ടോട്ടൽ എലമെന്റ്സ് 36. ഡിനോമിനേറ്റർ എഴുതി. അടുത്ത് 6 ഇല്ലാത്ത എത്ര എലമെന്റ്സ് ഉണ്ട്? ഒരു 6 പോലും ഇല്ലാത്തത്. ആദ്യത്തെ റോയിൽ 5 എണ്ണം, രണ്ടാമത്തെ റോയിലും 5, അങ്ങനെ ആദ്യത്തെ 5 റോയിൽ 5. അപ്പോൾ 5 5 25. ബാക്കി എല്ലാത്തിലും എന്തുണ്ട്? 6 ഉണ്ട്. സോ ഫേവറബിൾ കേസസ് എത്രയാണ്? 25. പിടികിട്ടിയോ? ഫസ്റ്റ് റോയിൽ 5 എലമെന്റ്സ്, സെക്കൻഡ് റോയിലും 5, അങ്ങനെ താഴോട്ടുള്ള 5 റോയിൽ 5 × 5 മൊത്തം 25 എലമെന്റ്സ് വരും. ബാക്കി എല്ലാത്തിലും എന്തുണ്ടായിരിക്കും? 6s ഉണ്ടായിരിക്കും. സോ 0 6 വരുന്ന ഫേവറബിൾ കേസസ് 25. സോ റിക്വയർഡ് പ്രോബബിലിറ്റി 25/36. നെക്സ്റ്റ് പ്രോബബിലിറ്റി ഓഫ് x equal to 1. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 6 എന്താണ്? only 1 6, ഒരൊറ്റ 6. ഒരൊറ്റ 6 വരുന്നത് ഈ കോളത്തിൽ അവസാനത്തെ പോയിട്ട് ബാക്കി മൊത്തം 6 താഴോട്ട് എലമെന്റ്സ് ഉണ്ട്. അതിൽ 5 എണ്ണം എടുക്കാം. ഒരു 6 ഉള്ളത് 5 എണ്ണം വരും. അടുത്ത് ഇവിടെ 6 1 6 2 6 3 6 4 6 5. ഈ 5 എണ്ണത്തിലും എന്തുണ്ട്? only 1 6. അപ്പോൾ ഇവിടെ 5 എലമെന്റ്സ്, കുത്തനെ 5 എലമെന്റ്സ്. സോ ടോട്ടൽ 10 എലമെന്റ്സ്. സോ റിക്വയർഡ് പ്രോബബിലിറ്റി 10/36. പിടികിട്ടി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് പ്രോബബിലിറ്റി ഓഫ് x equal to 2. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 6. ടോട്ടൽ കേസസ് 36. 2 6 ഉള്ള ഒരൊറ്റ പോസിബിലിറ്റി ഉള്ളൂ. സോ 1 ആണ് ഫേവറബിൾ കേസസ്. സോ റിക്വയർഡ് പ്രോബബിലിറ്റി 1/36. നൗ ടേബിൾ. റാൻഡം വേരിയബിൾ 0 1 2. കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് എഴുതുക. 25/36. സെക്കൻഡ് വൺ 10/36. തേർഡ് വൺ 1/36. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും. സോ വിച്ച് ഈസ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് നിസ്സംശയം പറയാം. ഈ 3 ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റായിട്ട് പഠിക്കുക. നെക്സ്റ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ആ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ആശയം മനസ്സിലാക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ. സ്റ്റേറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ. താഴെ കുറച്ച് റാൻഡം വേരിയബിൾസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് തന്നിട്ടുണ്ട്. അത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ആദ്യം എക്സ് റാൻഡം വേരിയബിൾ 0 1 2. അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് താഴെ തന്നിട്ടുണ്ട്. 0.4 0.4 0.2. സോ പ്രോബബിലിറ്റീസ് എല്ലാം എന്താണ്? ഗ്രേറ്റർ ദാൻ 0, പോസിറ്റീവ് ആണ്. നെക്സ്റ്റ് സം ഓഫ് പ്രോബബിലിറ്റീസ് 1 ആണോ? 0.4 0.4 ആഡ് ചെയ്താൽ 0.8 + 0.2 ദാറ്റ് ഈസ് 1. ഇറ്റ് ഈസ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ സിൻസ് all pi, all probabilities are greater than 0 and sum of probability is also 1. രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇങ്ങനെ തന്നിട്ട് വേണമെങ്കിൽ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. ഇത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണോ? yes or no ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അനദർ ക്വസ്റ്റ്യൻ y equal to റാൻഡം വേരിയബിൾ 0 1 2. കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് തന്നിട്ടുണ്ട്. ഇത് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണോ? ഫസ്റ്റ് കണ്ടീഷൻ ഓൾ പ്രോബബിലിറ്റീസ് ആർ പോസിറ്റീവ്. ഓക്കെ, ഏതെങ്കിലും ഒന്ന് പോരാ, രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. നെക്സ്റ്റ് സം ഓഫ് പ്രോബബിലിറ്റി 1 ആണോ? 0.6 0.1 0.7 0.2 0.9. സം ഓഫ് പ്രോബബിലിറ്റി 0.9. 1 കിട്ടിയില്ല. സോ നോട്ട് ഈക്വൽ ടു 1. സിഗ്മ പി ഐ സം ഓഫ് പ്രോബബിലിറ്റി നോട്ട് ഈക്വൽ ടു 1. സോ ഇറ്റ് ഈസ് നോട്ട് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പിടികിട്ടി എന്ന് വിശ്വസിക്കുന്നു.
നെക്സ്റ്റ് വൺ എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2, 3, 4 റാൻഡം വേരിയബിൾസ് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് തന്നിട്ടുണ്ട്. ആദ്യമേ പൊളിഞ്ഞു. പ്രോബബിലിറ്റി ഇത് ഇവിടെ എന്താണ്, നെഗറ്റീവ് തന്നിരിക്കുകയാണ്. 3 എന്ന റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി നെഗറ്റീവ്, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. സോ ഇറ്റ് ഈസ് നോട്ട് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. സോ ഒരു ടേബിൾ തന്നാൽ അത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം, അതിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ്, ഈ എക്സസൈസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 5. എ റാൻഡം വേരിയബിൾ ഹാസ് ദ ഫോളോയിങ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇത് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്നാണ് തന്നിട്ടുള്ളത്. എക്സ് റാൻഡം വേരിയബിൾ 0, 1, 2 കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 0 ആകുമ്പോൾ k, 1 ആകുമ്പോൾ 2k, 2 ആകുമ്പോൾ 3k. ദെൻ ഡിറ്റർമിൻ ഫസ്റ്റ് പാർട്ട് വാല്യൂ ഓഫ് k, സെക്കൻഡ് പാർട്ട് പ്രോബബിലിറ്റി ഓഫ് x ലെസ് ദാൻ 2, തേർഡ് പാർട്ട് പ്രോബബിലിറ്റി ഓഫ് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ ചാപ്റ്ററിൽ ഒന്നും പഠിച്ചില്ലെങ്കിലും മസ്റ്റായിട്ട് പഠിക്കേണ്ട 2 ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 5 and 6. സോ നോക്കിക്കോളൂ, ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട് എങ്കിൽ ഇവിടെയുള്ള ഈ അൺനോൺ കെയുടെ വാല്യൂ കണ്ടെത്തുക. ഫസ്റ്റ് പാർട്ട്, സിൻസ് ഇറ്റ് ഈസ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സിൻസ് ഇറ്റ് ഈസ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വി ഹാവ് സം ഓഫ് പ്രോബബിലിറ്റി ഈക്വൽ ടു 1. അതായത് k പ്ലസ് 2k പ്ലസ് 3k ഈക്വൽ ടു എന്തായിരിക്കും, 1 ആയിരിക്കും. അതാണ് എഴുതിയത്. സോ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 6k ഈക്വൽ ടു 1. ദാറ്റ് ഈസ് k ഈക്വൽ ടു 1/6. ഏത് കുട്ടിയും എഴുതും, നേടും മാർക്ക് 1, യാതൊരു സംശയമില്ല. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. നെക്സ്റ്റ്, സെക്കൻഡ് പാർട്ട്, വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 2. സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ സാധ്യതകൾ എന്തൊക്കെയാണ്? ഇവിടെ റാൻഡം വേരിയബിൾ 0, 1, 2 അതിൽ 2നേക്കാളും ചെറുതായിട്ടുള്ള റാൻഡം വേരിയബിൾസിൻ്റെ പ്രോബബിലിറ്റീസിൻ്റെ സം അതാണ് കാണേണ്ടത്. സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഓർ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1. ഓർ മീൻസ് എന്താണ്, പ്ലസ് ആണ്. സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1. വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0? ദാറ്റ് ഈസ് k എഴുതി. നെക്സ്റ്റ്, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 വരുമ്പോൾ 2k. സോ ഇവിടെ എഴുതാം എന്താണ്, k പ്ലസ് 2k അല്ലേ. എക്സ് ഈക്വൽ ടു 0 ആയപ്പോൾ k ആയിരുന്നു, 1 ആയപ്പോൾ 2k, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 3k ഈക്വൽ ടു 3 ഇൻറ്റു കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 1/6, 3/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. നെക്സ്റ്റ്, ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. തേർഡ് പാർട്ട്, എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 വരുന്ന ഏത് കേസുണ്ട്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ ഈ 2 മാത്രമേ ഉള്ളൂ, 2 അതിനേക്കാളും വലുത് 2 മാത്രമേ ഉള്ളൂ. സോ പി ഓഫ് എക്സ് ഈക്വൽ ടു 2 ഈസ് ദ ഓൺലി പോസിബിലിറ്റി. സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 2 അതിലധികമായിട്ട് വരുന്ന റാൻഡം വേരിയബിൾസിൻ്റെ പ്രോബബിലിറ്റീസിൻ്റെ സം കാണുക. ഇവിടെ എക്സ് ഈക്വൽ ടു 2 ഉള്ളൂ. സോ പി ഓഫ് എക്സ് ഈക്വൽ ടു 2 ദാറ്റ് ഈസ് നിങ്ങൾക്കറിയാം ടേബിളിലുണ്ട്, ദാറ്റ് ഈസ് 3k. എക്സ് ഈക്വൽ ടു 2 ആകുമ്പോൾ 3k ഈക്വൽ ടു 3 ഇൻറ്റു കെയുടെ വാല്യൂ എന്താണ്, 1/6. അതും എന്ത് തന്നെയാണ്, 1/2 എന്ന് കിട്ടും. 3 മാർക്കിന് ഈ 3 പാർട്ട് ഉൾപ്പെടുത്തി ചോദിക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. വളരെ സിമ്പിളാണ്, മസ്റ്റായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. Again, a random variable x has the following probability distribution. x 0 ആകുമ്പോൾ corresponding probability 0, 1 ആകുമ്പോൾ k, 2 ആകുമ്പോൾ 2k, 3 ആകുമ്പോൾ 2k, 4 ആകുമ്പോൾ 3k, 5 ആകുമ്പോൾ k square, 6 ആകുമ്പോൾ 2k square, 7 ആകുമ്പോൾ 7k square plus k. Find first part k, second part probability of x less than 3, third one probability of x greater than 6, last one probability of 0 less than x less than 3. ഇത്രയും സംഗതികൾ കാണണം. ഇതെല്ലാം ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കണമെന്നില്ല, ഇതിലേതെങ്കിലും 1, 2, 3 പാർട്ട് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇതൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. സിൻസ് ഇറ്റ് ഈസ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വി ഹാവ് സിഗ്മ പി ഐ ഈക്വൽ ടു 1, സം ഓഫ് പ്രോബബിലിറ്റി ഈക്വൽ ടു 1. അതായത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക, 0 പ്ലസ് k പ്ലസ് 2k പ്ലസ് എല്ലാം കൂടെ ആഡ് ചെയ്യുക അല്ലേ. 2k സ്ക്വയർ പ്ലസ് 7k സ്ക്വയർ പ്ലസ് k ഈക്വൽ ടു 1. ഇതിൽ k സ്ക്വയറിൻ്റെ ടേംസ് ഏതൊക്കെയാണ്, ഇതാ k സ്ക്വയർ, 2k സ്ക്വയർ, 3k സ്ക്വയർ പ്ലസ് 7k സ്ക്വയർ ദാറ്റ് ഈസ് 10k സ്ക്വയർ. ഇനി കെയുടെ ടേംസ് 3k, 5k, 8k,
8k 9k, so plus 9k equal to 1, അത് ലെഫ്റ്റ് സൈഡിൽ എടുക്കുമ്പോൾ -1 equal to 0, which is a quadratic equation. സോൾവ് ചെയ്യാൻ 10ാം ക്ലാസ് മുതലേ പഠിക്കുന്നു. 10k² plus 9k minus 1 equal to 0. സ്റ്റാൻഡേർഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എ എന്ന് പറഞ്ഞാൽ 10, ബി എന്ന് പറഞ്ഞാൽ 9, സി എന്ന് പറഞ്ഞാൽ -1. k ഈക്വൽ ടു ഫോർമുല -b ± √b² - 4ac/2a. എല്ലാം ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്ത് കിട്ടും? ഈ മൈനസും പ്ലസ് +40 + 81 √121. √121 എന്ന് പറഞ്ഞാൽ 11. അതാണ് എഴുതിയിട്ടുള്ളത്. -9 ± 11 ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയിട്ടുണ്ട്. സിംപ്ലിഫിക്കേഷൻ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, വേറെ എന്ത് വേണം സഹായത്തിന്? /20. നെക്സ്റ്റ് 2 പോസിബിലിറ്റീസ് ഉണ്ട്. ആദ്യം പ്ലസ് കൊടുക്കുക. അപ്പോൾ -9 + 11, 11 - 9 2/20 ഒരു സാധ്യത. നെക്സ്റ്റ് മൈനസ് കൊടുത്താൽ -9 - 11 -20/20. അപ്പോൾ കെയുടെ വാല്യൂ ഒരു സാധ്യത -20/20, ദാറ്റ് ഈസ് -1. ഓർ മറ്റൊരു സാധ്യത 2/20. 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 1/10. കെ എന്ന് പറയുന്നത് -1 കൊടുത്താൽ വിഷയം എന്താണ്? ഇവിടെ കെക്ക് -1 കൊടുത്താൽ ഇവിടെ നെഗറ്റീവ് വരും. വിച്ച് ഈസ് എങ്കിൽ അതെന്താകത്തില്ല? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആകത്തില്ല. ഇതൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണല്ലോ. അതുകൊണ്ട് കെ കനോട്ട് ബി നെഗറ്റീവ്. കെ എന്ന് പറയുന്നത് ഒരിക്കലും -1 ആകാൻ പറ്റത്തില്ല. സോ കെ എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള വാല്യൂ എന്താണ്? 1/10. സോ കെയുടെ വാല്യൂ 1/10. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് പാർട്ട്, ഫൈൻഡ് വാല്യൂ ഓഫ് കെ. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കെ വളരെ സിമ്പിളായിട്ട് കിട്ടി. ഇവിടെ എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോഴാണ് കിട്ടിയത്. അതുകൊണ്ട് ഈ പാർട്ട് ചോദിച്ചാൽ ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാനാണ് സാധ്യത. നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട്, വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 3. അപ്പോൾ 3യേക്കാളും ചെറുതായിട്ടുള്ള റാൻഡം വേരിയബിൾസ് ഏതൊക്കെ? വീണ്ടും നമ്മുടെ ടേബിൾ നോക്കുക. 3യേക്കാളും ചെറുതായിട്ടുള്ളത്, 3യേക്കാളും ചെറുതാണ് 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. മൂന്നിൻ്റെയും പ്രോബിലിറ്റീസ് കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 0 + k + 2k. സോ റിക്വയർഡ് പ്രോബിലിറ്റി 3k എന്ന് കിട്ടും. പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ x = 0 + p of x = 1 + p of x = 2. ആദ്യത്തെ പ്രോബബിലിറ്റി ടേബിൾ നോക്കി എഴുതുമ്പോൾ 0 എന്ന് കിട്ടും, രണ്ടാമത്തത് k എന്ന് കിട്ടും, തേർഡ് വൺ 2k. ആഡ് ചെയ്യുമ്പോൾ 3k = 3 × k 1/10, 3/10 അങ്ങനെ എഴുതിയാൽ മതി. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.3 എന്ന് കിട്ടും. നെക്സ്റ്റ് തേർഡ് പാർട്ട്, വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 6. റാൻഡം വേരിയബിൾ 6-നേക്കാളും വലുതായിട്ടുള്ള റാൻഡം വേരിയബിൾസിൻ്റെ പ്രോബബിലിറ്റീസ്. ഗ്രേറ്റർ ദാൻ 6 എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കേസേ ഉള്ളൂ. ഏതാണ്? ടേബിൾ നോക്കുക. ഗ്രേറ്റർ ദാൻ 6, 6-നേക്കാളും വലുത് വരുന്നത് 7 മാത്രം. അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി എന്താണ്? 7k² + k. അത് മാത്രം എഴുതിയാൽ മതി. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 6 ആകുമ്പോൾ p of x = 7. അതെന്തായിരുന്നു? 7k² + k. 7 × k², k 1/10, അപ്പോൾ 1/100 + k 1/10. നെക്സ്റ്റ് ഈ 7/100 അതുപോലെ എഴുതി. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ മേളിലും 10, ഇവിടെയും മേളിലും താഴെ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ മേളിൽ 10 എഴുതി, താഴെ 10 × 10 100. ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയി. മേളിൽ ആഡ് ചെയ്യുമ്പോൾ 10 7 17, 17/100. 17/100 എന്ന് പറഞ്ഞാൽ 2 സ്ഥാനം മാറ്റി കുത്തിടുക, ബാലപാഠം. 0.17 എന്ന് കിട്ടും. ഫൈനലി പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3. 0ക്കും 3ക്കും ഇടയ്ക്കുള്ള റാൻഡം വേരിയബിൾസ്. ഇവിടെ അടിയിൽ ഈക്വൽ ടു ഉണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് 0 ആണ്. ഇവിടെ ഈക്വൽ ടു ഇല്ല. അപ്പോൾ സ്ട്രിക്ട്ലി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 ആണ്. സോ എന്തൊക്കെ വരും? 0ക്കും 3ക്കും ഇടയ്ക്കുള്ളത് 1ഉം 2ഉം മാത്രം. സോ p of x = 1 + p of x = 2. ടേബിൾ നോക്കുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് x = 1 k എന്ന് കിട്ടും. പ്രോബബിലിറ്റി ഓഫ് x = 2 2k എന്ന് കിട്ടും. ആഡ് ചെയ്യുമ്പോൾ 3k. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 1/10. കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 3/10 എന്താണ്? 0.3. സോ റാൻഡം വേരിയബിൾ ആൻഡ് ഇറ്റ്സ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന പോർഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പ്രോബ്ലംസ് ആണ് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഡിസ്കസ് ചെയ്തത്. ക്വസ്റ്റ്യൻ നമ്പർ 5 and 6. അത് ചോദിക്കാനാണ് സാധ്യത കൂടുതൽ. ഇനി അഥവാ ഇത് ചോദിച്ചില്ല എങ്കിൽ മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കാണുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാം. ഈ വർഷം ക്വസ്റ്റ്യൻസ് പൊതുവെ സിമ്പിൾ എന്നാണ് വിശ്വാസം. എങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമ്പർ 5ഉം 6ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലേതെങ്കിലും ഒന്ന് പഠിക്കുക. തീർച്ചയായും എക്സാമിനേഷൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.